ഹായ്, Xylem Learning ആപ്പിൽ നിന്ന് LK ആണ്. പരീക്ഷാകാലമാണ്, പ്രാക്ടീസിലാണ്, എനിക്കറിയാം. നേരം തികയുന്നില്ല, എല്ലാം കൂടെ ഒന്നിച്ചു വന്നുപെട്ടാൽ എന്തു ചെയ്യുമെന്നൊക്കെയുള്ള ആകുലതകളിലാവും ഇപ്പോഴെന്നും എനിക്കറിയാം. ഇന്ന് പറയുന്ന കഥ അങ്ങനെ ഒരാളെ കുറിച്ചാണ്. എല്ലാം കൂടെ ഒന്നിച്ചു വന്നുപെട്ടപ്പോൾ നേരം തികയ്ക്കാൻ പ്രയാസപ്പെട്ട ഒരാളെ കുറിച്ച്. അയാളുടെ നാട് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിലെ അൽമോറ. രോഗം ബാധിച്ച് ദീർഘനാൾ കിടപ്പിലായിപ്പോയ ഒരു അമ്മയുണ്ട് അൽമോറയിലെ വീട്ടിൽ. അവർക്ക് 2 ആൺമക്കളാണ്, പങ്കജ് മെഹ്റയും പ്രദീപ് മെഹ്റയും. പറയാൻ അവർക്ക് സങ്കടങ്ങളേ ഉള്ളൂ. തന്നെ ചികിത്സിക്കാൻ വേണ്ടി +2 കഴിഞ്ഞ് പഠിപ്പ് നിർത്തേണ്ടി വന്ന മക്കളെക്കുറിച്ച്, അവർക്ക് കൊടുക്കാൻ കഴിയാതെ പോയ ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അവർക്ക് എത്തിപ്പെടാൻ കഴിയാതെ പോയ അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ച്. ആദ്യം വീട് വിട്ടത് പങ്കജാണ്. മക്ഡൊണാൾഡ്സിൽ ജോലി ചെയ്യാൻ നോയിഡയിലെ ബറോളയിൽ അവൻ താമസമാക്കി. 10,000 രൂപയായിരുന്നു മാസശമ്പളം. 2,500 രൂപ വീട്ടുവാടകയും കൊടുത്തു കഴിയുന്ന തുക കൊണ്ട് അമ്മയെ ചികിത്സിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായതുകൊണ്ടാവണം അനിയനെ അവൻ കൂട്ടിന് വിളിച്ചു. അങ്ങനെ പ്രദീപും ബറോളയിലേക്ക് താമസത്തിന് വന്നു. മക്ഡൊണാൾഡ്സിൽ ജോലി ചെയ്തു തുടങ്ങി. 19 വയസ്സായിരുന്നു പ്രദീപിന്. +2 അവൻ കഷ്ടപ്പെട്ട് പഠിച്ചത് മുഴുവനും ആർമിയിൽ ഓഫീസറാവാൻ വേണ്ടിയായിരുന്നു. അന്നോളം അതിനുവേണ്ടി നടത്തിയ പ്രാക്ടീസ് മുഴുവനും ഒറ്റ ദിവസം കൊണ്ട് നിന്നുപോയതിൻ്റെ സങ്കടത്തിൽ സെക്ടർ 16 മക്ഡൊണാൾഡ്സിൻ്റെ ഷോപ്പിലിരുന്ന് കരഞ്ഞിട്ടുണ്ട് പ്രദീപ് മെഹ്റ. ജീവിതത്തിൻ്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുകയായിരുന്നു ആ കുട്ടി. എങ്കിലും തോൽക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. ഒരുപാട് ജോലിയുണ്ട്, തളർന്നു, ഇന്നിനി പഠിക്കാനൊന്നും വയ്യ, ഒരു പ്രാക്ടീസിനും വയ്യ എന്ന് പരാതി പറയുന്നവർ ഈ ഓട്ടം കാണണം. 1ഉം 2ഉമല്ല, 10 കിലോമീറ്റർ ദൂരമുണ്ട് സെക്ടർ 16 നിന്ന് ബറോളയിലേക്ക്. ജോലി കഴിഞ്ഞിറങ്ങാൻ രാത്രിയേറെ വൈകും. എന്നിട്ടും അവൻ തളർന്നില്ല. സുഹൃത്തുക്കൾ വെച്ച് നീട്ടിയ ലിഫ്റ്റുകളൊന്നും അവൻ സ്വീകരിച്ചില്ല. 10 കിലോമീറ്റർ ദൂരം പാതിരാത്രികളിൽ അവൻ നിർത്താതെ ഓടിക്കൊണ്ടിരുന്നു. ഒരു സ്വപ്നത്തിനു പിന്നാലെ ഓടിക്കൊണ്ടേയിരുന്നു. 10 കിലോമീറ്റർ ദൂരം ഓടിപ്പിടിച്ചു വീടെത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? പിന്നെയും ജോലി ചെയ്യുമോ? എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ പ്രദീപ് മെഹ്റ പിന്നെയും ജോലി ചെയ്തു, വീട്ടുജോലികൾ ചെയ്തു. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ബഡാബായിക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്ത് കാത്തിരുന്നു. അവനൊരു വല്ലാത്ത കുട്ടിയാണ്. നേരമുണ്ടാകുന്നതല്ല, ഉണ്ടാക്കുന്നതാണ് എന്ന് പ്രദീപ് മെഹ്റ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അവനിന്ന് ആർമിയിലാണ്. ഒറ്റ സ്വപ്നത്തിനു പിന്നാലെ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുന്നവരെല്ലാം അവനെ കണ്ട് പഠിക്കണം. സന്തോഷം കൊണ്ട് കണ്ണ് നിറയുന്ന അവൻ്റെ അമ്മയെ കാണണം.